നമസ്കാരം. ഒരു ചെറിയ ഒരു കയ്യബദ്ധം തങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്തിലാക്കുന്ന MLA കസേര തന്നെ, ഒരുപക്ഷെ മന്ത്രി കസേര തന്നെ കയ്യിൽ നിന്ന് കളയുന്ന സാഹചര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ചിലരൊക്കെ ഉണ്ട്. CPM നേതൃത്വത്തിൽ നല്ല കഴിവുള്ള യുവാക്കൾ തന്നെയാണ്. പക്ഷേ ചിലരുടെ നാവ് ശരിയല്ല, ചിലരുടെ പ്രവൃത്തി ശരിയല്ല. അതായത് സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് അറിയില്ല. അതറിയാത്തത് കൊണ്ട് മാത്രം വഴിയാധാരമായി പോയ ചില നേതാക്കളുണ്ട് LDF-ൽ, ഇടതുപക്ഷത്തിൽ, CPM-ൽ. അതിൽ ഒന്നാം സ്ഥാനം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് പഴയ മേയർ, തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രനെയാണ്. ഇനി തെരഞ്ഞെടുപ്പിന് നിന്ന് കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും എന്നുള്ള ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ കൊണ്ട് ചെന്ന് എത്തിച്ചത് യദു എന്ന ചെറുപ്പക്കാരനെ കശാപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു നാടകമായിരുന്നു. അത് ഒതുക്കാമായിരുന്നതാണ്. യദു ആര്യ രാജേന്ദ്രനെ വിളിച്ച സമയത്ത് ആയിക്കോട്ടെ, എന്നാൽ ഞാനിത് വിട്ടു, നീ ഇതൊന്നും ഇങ്ങനെ പെരുമാറരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വെച്ചിരുന്നുണ്ടെങ്കിൽ ആര്യയ്ക്ക് നല്ല ഒരു ഭാവി ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ. കേരള ജനത മുഴുവൻ യദുവിനൊപ്പമായിരുന്നു, മേയർക്കൊപ്പം അല്ലായിരുന്നു. അത് CPM വിരോധം അന്തമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ചെറുപ്പക്കാരി എന്ന നിലയിൽ മേയറോട് കുറച്ചൊക്കെ സഹാനുഭൂതി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട്, അതായത് യദുവിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആംഗിൾസ് നടത്തിയിട്ടുള്ള ആ സമര പ്രഖ്യാപനത്തിൽ അതിനിടയിൽ ഒരിക്കൽ യദു ഒരു കാര്യം പറഞ്ഞു. നേമത്ത് അന്നത്തെ മേയർ ആര്യ രാജേന്ദ്രൻ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. മേയർ എവിടെ മത്സരിച്ചാലും, ആര്യ എവിടെ മത്സരിച്ചാലും അവിടെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്ന്. സ്വാഭാവികമായിട്ടും ഒരല്പം കടുക്കും. അത് ഡിഫറെന്റ് ആംഗിൾസ് വാർത്തയായിട്ട് ചെയ്തിരുന്നു, മറ്റ് പല ചാനലുകളും അതായിട്ട് വീഡിയോയും ചെയ്തിരുന്നു. സത്യത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി അത്രയ്ക്ക്, നമ്മൾ ഈ കമ്മി എന്ന് വിളിക്കുന്നെങ്കിലും അത്രയ്ക്ക് കമ്മി പാർട്ടിയൊന്നും അല്ല. അതിന്റെ ഉള്ളിലും കുറച്ച് ബുദ്ധിയുള്ളവരുണ്ട്, അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. പിന്നെ ചിലരൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചിലരൊക്കെ തമ്പ്രാക്കന്മാരായിരിക്കുന്നത് കൊണ്ട് അവരുടെ കാൽക്കീഴിൽ ഇവരൊക്കെ ഞെരിഞ്ഞമർന്ന് ഇരിക്കുന്നതേ ഉള്ളൂ. ഈ പറയുന്ന കടൽക്കടവുമാർ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ആ പാർട്ടി നന്നായിക്കോളൂ, അത് മറ്റൊരു വിഷയം, ഒന്ന് പോട്ടെ അതിന്റെ വഴിക്ക്. ഏതായാലും അവർ ഈ അപകടം മണത്തു. യദു ഒരു പക്ഷേ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ യദു ജയിച്ച് MLA ആവുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കുറച്ച് അമ്മമാർ, നമുക്കറിയാം ഓരോ ദിവസം വന്നിട്ടുള്ള, എനിക്ക് വന്നിട്ടുള്ള കോളുകളുടെ എണ്ണം എനിക്കറിയാം. യദുവിന്റെ കുട്ടിയുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് മേയർ വഴിയാധാരമായി ആക്കിയ സമയത്താണ്, കുട്ടി വീണ് കൈയൊടിഞ്ഞ സമയത്ത് ഒരു സാമ്പത്തിക സഹായം ആവശ്യമുണ്ടായിരുന്ന സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമുള്ളതിന്റെ ഇരട്ടി 2 മണിക്കൂറുകൾ കിട്ടി. ആ പോസ്റ്റ് പിൻവലിച്ച്, അതായത് യദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ്, സാമ്പത്തിക അവസ്ഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് കാശുണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരനല്ല. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു പോലീസ് ഓഫീസർ ഒന്ന് അനൗൺസ് ചെയ്തപ്പോൾ 100 രൂപ വീതം ഒന്ന് അനൗൺസ് ചെയ്തില്ലെങ്കിൽ 1 ലക്ഷം പേര് 100 രൂപ അയച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപയായി അപ്പുറത്ത്. അത് യദു തയ്യാറായിരുന്നില്ല. അപ്പൊ യദു കാശിന് വേണ്ടിയിട്ട് ഒരാക്രാന്തം ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാര്യം ഞാനായിരുന്നു ആ ക്യാമ്പയിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് എന്നതുകൊണ്ട്. അന്ന് യദു പറഞ്ഞിരുന്നത്, അന്നത്തെ മേയർ എവിടെ മത്സരിച്ചാലും ഞാൻ എതിരെ മത്സരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അത്രയധികം ജനപിന്തുണ ജനഹൃദയങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി യദു എന്ന ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ അത് എഫക്ട് ചെയ്യുമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. മേയറോടുള്ള ദേഷ്യം അത് ആ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് BJP തിരുവനന്തപുരം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു KSRTC ഡ്രൈവർ എന്നതിലുപരി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു വികാരമായി മാറിയിരുന്നു. അയാള് ഒരു ജനപ്രതിനിധിയാകുന്നൊന്നുമല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, അദ്ദേഹത്തെ MLA ആക്കാനോ അല്ലെ അതൊന്നുമല്ല. പക്ഷെ പ്രതിഷേധിക്കാൻ അദ്ദേഹത്തിന് അവകാശം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധിക്കാനുള്ള അവകാശം അയാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 8 നിലയിൽ പൊട്ടി നാണം കെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലായി തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രനെ എവിടെയും പ്രചരണത്തിൽ പോലും ഇറക്കിയില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പരാമർശിച്ചിട്ടുള്ള പാർട്ടിയിലെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളല്ല, ബുദ്ധിയും വിവരവും വിവേകമുള്ളവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രനെ പാർട്ടിയിലെ പ്രചരണത്തിന് പോലും ഇറക്കിയില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പല പ്രചരണത്തിന് ഇറക്കിയില്ല. അതായത് അവർക്ക് രാഷ്ട്രീയത്തിൽ ഒരു നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരിയായ 21 വയസ്സിലൊക്കെ ഒരു നഗരത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു അത്ഭുതമാണത്. ആ അത്ഭുതത്തെ ആ നിലയിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറാനും ആ നഗരമാതാവിന്റെ ആ ഒരു ശരിക്കുള്ള ആ പദവിയെ നശിപ്പിക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നേമത്ത്
ആര്യ രാജേന്ദ്രൻ MLA ആയി നിയമസഭയിലെത്തിയതിനെ ഒരുപക്ഷെ LDF അധികാരത്തിൽ വരുമ്പോൾ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയുമായിരുന്നേനെ. അതൊക്കെ കളഞ്ഞു കുളിച്ചത് ആ ഒരൊറ്റ നിമിഷമാണ്. അതായത് ആ ബസ് തടയാൻ തോന്നിയ ഒരൊറ്റ നിമിഷമാണ്. ആ ബസ്സാണ് സത്യത്തിൽ തിരുവനന്തപുരം നഗരസഭയെ BJPയുടെ കയ്യിലെത്തിച്ചത് എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. Different angles. Don't forget to subscribe and support this channel.